പശ്ചിമേഷ്യയിലെ സംഘർഷം ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ബാധിച്ച രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ബന്ധങ്ങളുണ്ട്. അപ്രതീക്ഷിത വെല്ലുവിളിയാണ് ഇന്ത്യ നേരിട്ടത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഇറക്കുമതി രാജ്യം വർദ്ധിപ്പിച്ചു. യുദ്ധത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടമായി. പൌരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും മോദി ലോക്സഭയിൽ പറഞ്ഞു. पश्चिम एशिया में चल रहे संघर्ष और इसकी वजह से भारत के सामने आई चुनौतियों पर बात रखने के लिए उपस्थित हुआ हूं। विशेष रूप से कच्चे तेल और गैस की हमारी जरूरतों का एक बड़ा हिस्सा यही क्षेत्र पूरा करता है। हमारे लिए ये रीजन एक और कारण से भी अहम है। लगभग 1 करोड़ भारतीय खाड़ी देशों में रहते हैं और वहां काम करते हैं. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. റഷീദ്, പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നാലെ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നത്. രാജ്യത്തെ ഇന്ധനക്ഷാമത്തെക്കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി നൽകുന്ന മറുപടി? ഒപ്പം ഈ പ്രതിസന്ധിയെ രാജ്യം എങ്ങനെ നേരിടും? അനിഷ, പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുകയും രാജ്യത്ത് ഇന്ധന മേഖലയിലടക്കം വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്തതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലോക്സഭയെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ് എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം പാർലമെന്റിൽ പങ്കുവച്ചിട്ടുള്ളത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി എല്ലാ കക്ഷികളോടും തങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നും ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ധന ഇറക്കുമതിയിലും അതോടൊപ്പം മറ്റു മേഖലകളിലും ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയിലടക്കം വലിയ പ്രതിസന്ധിയും ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രത്യേകിച്ചും LPG അതോടൊപ്പം പെട്രോൾ, ഡീസൽ അടക്കമുള്ള ഇന്ധനങ്ങൾക്ക് വലിയ ക്ഷാമം രാജ്യത്ത് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധിയെ നേരിടാനായി 41 രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധന ഇറക്കുമതി നടത്തിയിട്ടുണ്ടായിരുന്നു. 60% ഇന്ധന ഇറക്കുമതി ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അത് വലിയ പ്രതിസന്ധിയായി തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് 41 രാജ്യങ്ങളിൽ നിന്ന് ഇന്ധന ഇറക്കുമതിയും നടത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ധന പ്രതിസന്ധിയും രൂക്ഷമായിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നടപടികൾ ക്രമീകരിച്ചിരുന്നു. അതായത് ഈ ഇന്ധനം അല്ലാത്ത വാഹനങ്ങൾ, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ വൈദ്യുതീകരണം നടത്തി എഥനോളിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ചു എന്നതടക്കമുള്ള നടപടികളായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ LPG അതോടൊപ്പം മറ്റു ഇന്ധന മേഖലകളിൽ സുരക്ഷിതമായിട്ടുള്ള വിതരണം ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ റിഫൈനറികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ മേഖലകൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ 1,00,000-ലധികം ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ജാഗ്രത അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും അതോടൊപ്പം ഇറാനിൽ നിന്ന് നിരവധി ആളുകളെ ഇതിനോടകം സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ള. അതോടൊപ്പം എല്ലാ രാജ്യങ്ങളോടും, നിലവിൽ ഈ സംഘർഷാവസ്ഥയിലുള്ള എല്ലാ രാജ്യങ്ങളോടും സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി മോദി ലോക്സഭയിൽ പറഞ്ഞു. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.